ലോക്ക് ചെയ്തിടാറില്ലേ? പലതരത്തിലുള്ള ലോക്കുകളുണ്ട്. ഫിംഗർ പ്രിന്റ്, ഫേസ് ലോക്ക്, പാറ്റേൺ ലോക്ക്, നമ്പർ ലോക്ക്. ഇതൊക്കെ നമ്മൾ ഇട്ടാലും നമ്മൾ അടുത്ത് നിൽക്കുന്നവർക്ക് നമ്മളെ പാസ്വേഡ് എന്താണെന്ന് നിരീക്ഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മളടുത്ത് ഇപ്പോൾ ഒരാൾ നിന്നാൽ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവർ നമ്മളില്ലാതിരിക്കുമ്പോൾ ഫോൺ എവിടെയെങ്കിലും നമ്മളെവിടെയെങ്കിലും വെച്ചാലും വീട്ടിലൊക്കെ വെച്ചാലും അവർ നമ്മളെ പാസ്വേഡ് അറിയാമെങ്കിൽ എടുക്കും. പക്ഷേ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതേപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന ആപ്പാണ്. വെറും പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന ആപ്പല്ല കേട്ടോ ഇത്. നമ്മളെ സമയം മാറുന്ന അനുസരിച്ച് പാസ്വേഡ് മാറിക്കൊണ്ടിരിക്കും. സമയം മാറുന്നിടയ്ക്ക് പാസ്വേഡ് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏതൊരു ലോക്ക് ആപ്ലിക്കേഷനാണ്. എന്നാൽ അങ്ങനെയുള്ളൊരു ലോക്കിംഗ് സിസ്റ്റമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏത് ലോക്കിംഗ് സിസ്റ്റം ആണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനു മുമ്പ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലുള്ള ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോൺ ലോക്ക് ചെയ്ത് കാണുന്നുണ്ടല്ലേ? പലതരത്തിലുള്ള ലോക്കുകളുണ്ട്. പക്ഷേ ഈ ലോക്കുകളെല്ലാം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായാലും എല്ലാവർക്കും തന്നെ അത് അറിയാൻ പറ്റും. നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് ഏതാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോക്കിംഗ് സിസ്റ്റമാണ്. വെറും ലോക്കിംഗ് സിസ്റ്റം അല്ല, അതായത് ഇത് നമ്മളെ സമയം മാറുന്നതനുസരിച്ച് നമ്മളെ ലോക്ക് മാറും. സമയം മാറുന്നതനുസരിച്ച് ലോക്ക് മാറുമോ? ഇപ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നിയില്ലേ? എന്നാൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് നമുക്ക് മാത്രം നമ്മളെ പാസ്വേഡ് സമയം മാറുന്നതനുസരിച്ചാണെന്ന് അറിയാൻ ബാക്കി ആർക്കും തന്നെ അറിയാനും സാധിക്കില്ല. ഇത് മറന്നു പോയാൽ തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനും ആ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ശേഷം ഗെറ്റ് പ്രീമിയം എന്നൊരു ഓപ്ഷൻ കാണാം, അത് കൊടുക്കുക. ഇത് പ്രീമിയം എന്നല്ല, ഇത് ഡിസ്പ്ലേയുടെ പെർമിഷൻ കൊടുക്കാനാണ്. വെയിറ്റ് ചെയ്യുക. ശേഷം ഈ ആപ്ലിക്കേഷൻ എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് അലോ കൊടുക്കുക, പെർമിഷൻ. ശേഷം കുറച്ച് ബാക്ക്, ശേഷം ഗെറ്റ് പ്രീമിയം എന്ന ഭാഗത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോ കൊടുക്കുക, വേണമെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക. ഡോണ്ട് അലോ ആണ് കൊടുക്കുന്നത്. വീണ്ടും ഡോണ്ട് അലോ കൊടുത്താലും ഇത് തന്നെ വരും, അതുകൊണ്ട് നിങ്ങൾ അലോ തന്നെ കൊടുക്കുക. ശേഷം ഇത് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അത് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിലേക്കാണ് കിടക്കുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് പരസ്യമാണ്. അത് പരസ്യമായതുകൊണ്ടാണ് ഇടയിൽ ചെറിയ ചെറിയ പരസ്യങ്ങളുണ്ടാകും. അത് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയാൽ ഏതെങ്കിലും ഒരു റീസൺ കൊടുക്കണം. ഉദാഹരണത്തിന് ഒരു പാസ്വേഡ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഏതെങ്കിലും ഒരു റീസൺ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എന്തെന്ന് കൊടുക്കാം, ദേവഹരി യൂട്യൂബ് ചാനൽ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ആയിട്ടുണ്ട്. അതായത് നമ്മളെ ലോക്ക് ഇതായിട്ടുണ്ട്, ലോക്ക് ഫോണിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ജസ്റ്റ് നിങ്ങളെ ഫോണൊന്ന് ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും പറഞ്ഞത്. ഇവിടെ നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ യുവർ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതായത് നിങ്ങളെ ഫോണിലുള്ള അല്ല, ഇതിൽ കിടക്കും പോലെ ഇതിൽ കിടക്കുന്ന ടൈം നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ 05:30 എന്നാണ് കിടക്കുന്നത്. 05:30 എന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കിടക്കും പോലെ നിങ്ങൾ പാസ്വേഡിൽ അടിച്ചു കൊടുക്കുക. അതായത് നമ്മളെ
ടൈം തന്നെയാണ് നമ്മളെ പാസ്വേഡ്. 05:30 05:31 ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ 05:31 നമ്മളെ പാസ്വേഡ് തെറ്റെന്ന് കാണിക്കും. വീണ്ടും ഞാൻ എൻ്റർ ചെയ്യാണ്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായി കാണിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസ് കാണാൻ കഴിയില്ല. നിങ്ങളെ ലോക്കായിരിക്കും ചോദിക്കുന്നത്, ഫോണിലുള്ള ഒറിജിനൽ ലോക്ക്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് പഴയതുപോലെ തന്നെ വരാവുന്നതാണ്. ഇനി നമ്മൾ അഥവാ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഒന്ന് ഫോൺ ലോക്ക് ചെയ്യാണ്, ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ 5:31 ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പാസ്വേഡ് അറിയില്ല. ഇവിടെ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുത്ത ആദ്യം നിങ്ങൾക്ക് കൊടുക്കാമെന്നല്ലോ, ആദ്യം കൊടുത്തതല്ല, രണ്ടാമത് നിങ്ങളൊരു ഇത് കൊടുക്കാണ്ട് വരും, പാസ്വേഡ് മറന്നു പോയാൽ. അപ്പോൾ ഞാൻ ദേവഹരി യൂട്യൂബ് ചാനൽ എന്നാണ് കൊടുത്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെന്താണെന്ന്. ശേഷം ഞാൻ ഇവിടെ ഓപ്പൺ ലോക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർഫേസ് കാണാൻ കഴിയില്ല. ഇനി നിങ്ങളെ പാസ്വേഡ് ടൈമാണെന്ന് ഒരാൾ കണ്ടുപിടിച്ചു. നിങ്ങളുടെ ഫോണിലുള്ള ടൈമാണ് നിങ്ങളെ പാസ്വേഡെന്ന് ഒരാൾ കണ്ടുപിടിച്ചു. അത് എങ്ങനെ നമ്മൾ ചെയ്യും? അങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട. അതിനുള്ള പരിഹാരം കൂടെ ഈ ആപ്ലിക്കേഷനിലുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത ലോക്ക് എൻ്റർ ചെയ്യാൻ പറയും. എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ടൈം അനുസരിച്ചാണ് കൊടുത്തത്. 5:33. അത് ജസ്റ്റ് ബാക്കായി പോയതാണ്. പരിചയമൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം ഇവിടെ നിങ്ങളുടെ ടൈം ഏതാണോ അത് കൊടുക്കുക. 5. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവുകയാണ്. ഇവിടെ കറക്റ്റ് ടൈം ആണ് ഇവിടെ കിടക്കുന്നത്. ടൈപ്പ് ഒരുപാട് ടൈപ്പുകളുണ്ട്. നിങ്ങളെ പാസ്വേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇതിൻ്റെ ലോക്കായിട്ട്. അതായത് പിൻ പ്ലസ് അവർ കൊടുക്കാം. വേറെ ഒരു ഓപ്ഷനാണത്. പിൻ കറക്റ്റ് ടൈം കൊടുക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ടൈം കൊടുക്കുക. ഇത്രയും ടൈം കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഇത് കണ്ടുപിടിച്ചാലും പാസ്വേഡ് കണ്ടുപിടിച്ചാലും ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ടൈമിൽ അടിക്കുമ്പോൾ അത് ലോക്ക് ഓപ്പൺ ആവില്ല. ഇനി ഈ ലോക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസേബിൾ ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ ആ ലോക്ക് ഇനി നിങ്ങളെ ഫോണിൽ വരത്തില്ല. ഇനി ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം. അതായിരിക്കും.